The whole school system in Kerala, എങ്ങനെയാണോ ടീച്ചർമാർ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണോ എഡ്യൂക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണോ പാരൻസ് കൺസിഡർ ചെയ്യുന്നത്, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. The whole system need to be changed. The main reason because ഇന്നത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വലിയൊരു ഭാരമായിട്ടാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ വയനാട് പോകുമ്പോൾ രാത്രി 9 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോവാ. എന്തൊരു കഷ്ടമാണ്. എത്രയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. എൻ്റെ കസിൻ സ്കൂൾ വെക്കേഷൻ ഡിസംബറിലെ പരീക്ഷ, ഹിന്ദി പരീക്ഷ കഴിഞ്ഞിട്ട് പേപ്പർ മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസം 2ാമത്തെ ഹിന്ദി പരീക്ഷ. എന്തിനാണ് ഇവിടെ പരീക്ഷ? ഇതെന്തുട്ട് ഈ പരീക്ഷിക്കുന്നവര്? 12ാം ക്ലാസ് വരെ കുട്ടികൾ സ്കൂളിൽ പോട്ടെ, ഹൂ കെയർസ്? അവർ വേണമെങ്കിൽ സയൻസ് പഠിക്കട്ടെ, വേണമെങ്കിൽ കണക്ക് പഠിക്കട്ടെ. ദർ ഷുഡ് ബി എ ഗ്രേറ്റ് സിസ്റ്റം. പാസ് ആവാനുള്ള സെറ്റപ്പ് ഒന്നും അവിടെ വേണ്ട. 1ാം ക്ലാസ് കഴിഞ്ഞ് നീ 2ലെത്തി, 2ലെത്തുമ്പോൾ നിനക്കൊരു ഗ്രേഡ് കിട്ടും. നീ ഇന്ന കാര്യങ്ങളിൽ പെർഫോമൻസ് വൈസ് ഗുഡാണ്, ഇവിടെ നീ വീക്കാണ്, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നീ മറ്റേ കുട്ടീനേക്കാൾ ഇത്ര ഡ്രോപ്പാണ്. നീ 2ലെത്തിയപ്പോൾ ഒരുപക്ഷെ ഞാൻ കണക്കിലും ബെറ്ററായി, ഹിന്ദിയിൽ ഞാൻ വീക്കായി, നീ 3ലെത്തി. ഓക്കെ, നിങ്ങൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അവിടെ നിന്നൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തു വലിയ ഭാരമാണ്. കുട്ടികൾ ഇത്രയും സ്കൂൾ ബാഗ് എടുത്തിട്ട് സ്കൂളിൽ പോയിട്ട് 12ാം ക്ലാസ് വരെ എന്തൊക്കെയോ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോഴാണ് നമുക്കൊരു കുറച്ച് വിസ്ഡം കിട്ടുന്നത്. അപ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ നേരെ ഡോക്ടർ ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പറ്റുമോ? നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷമാണ് പല പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ഭാരമാണ്. ചെറുപ്പം തൊട്ടേ നിങ്ങൾ ടോണ്ട. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള ഒരു സംഭവത്തിൽ എഞ്ചിനീയർ വേണം, ഡോക്ടർ വേണം, ഇന്നാൾ വേണം, അന്നാൾ വേണം, അങ്ങനെ ഉണ്ടാക്കിയ സ്കൂൾ സിസ്റ്റം. അതാണ് നമ്മൾ ഇന്ത്യൻസ് ഇപ്പോഴും ഫോളോ ചെയ്യണത്. ന്യൂസിലാൻഡിൽ അങ്ങനെയില്ല. എൻ്റെ കുട്ടി സ്കൂളിൽ പോകണം, ഞാൻ ഒരു റീൽ എടുത്ത് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അവളുടെ ബാഗിൽ ആ കുട്ടികളുടെ ചോറ്റും പാത്രവും വാട്ടർ ബാഗും ഒരു സ്കൂളിലെ ഡയറി. 4ാം ക്ലാസ്സിൽ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ ഇവർ ഇങ്ങനെ പോകുന്നത്. അത് കഴിയുമ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ്, യു ഡു സയൻസ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് വ്ളോഗിങ്, യു ഡു വ്ളോഗ്. ഹൂ കേസ്? അതും കഴിഞ്ഞ് ഡോക്ടറായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു. കുറേ കാലം തമാശ വെച്ചിട്ട് 55ാമത്തെ വയസ്സിൽ ന്യൂസിലാൻഡിൽ ഡോക്ടറായി. അയാൾ ഗാങ്സ്റ്ററായിരുന്നു. ആർമിയിൽ ജോലി ചെയ്ത സ്ത്രീ 45ാമത്തെ വയസ്സിൽ കണ്ണ് സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ഉള്ള ആളെന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വിസ്ഡം ഉണ്ട്. പിന്നെ ഇത് കുട്ടികളെ ടോർച്ചർ ചെയ്ത് പരീക്ഷ പേപ്പർ മോഷണം പോയി എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കിഡ്സ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഡിസംബറിലും ഓണത്തിനും പരീക്ഷ. ഇത് എന്തിനാണ്?